ഇപ്പോൾ യു പിയിലെ ഇപ്പോൾ കുംഭമേള എന്ന് പറയുന്ന മഹാമേള നടക്കുന്നു. അതിൻ്റെ പ്രവർത്തനം ഇതുവരെ യാതൊരു പരാതിയുമില്ലാതെ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ക്രെഡിറ്റ് ആർക്കായിരിക്കും കൊടുക്കുക? ഇതിൻ്റെ ക്രെഡിറ്റ് അഡ്മിനിസ്ട്രേഷനുമാണ് കൊടുക്കുക. ഞാനിപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വരും. അവർ 24 hours ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. പിന്നെ ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉള്ള ഈ യു പി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു തരം സ്റ്റേറ്റാണ്. അവിടെ സാധാരണ ഒരു മനുഷ്യനെ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇരിക്കുന്ന ചീഫ് മിനിസ്റ്റർ അതേപോലെ ചിന്തിക്കുന്ന ആളാണ്. അങ്ങേർക്കേ പറ്റുള്ളൂ ഈ ഫങ്ഷൻ ചെയ്യാൻ. മനസ്സിലായോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടയിലുള്ള അഡ്മിനിസ്ട്രേഷൻ എല്ലാ റെസ്പോൺസിബിളും എടുത്ത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമാവും. അതുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു മേള നടത്താനായിട്ട് പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ പറ്റില്ല. അത് ഒരു കാലത്ത് നടക്കുമായിരിക്കും, പക്ഷെ ഇപ്പോൾ അത് പറ്റില്ല. കാരണം പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ് വരും അതിനകത്ത്. പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ജ്ഞാനം വർദ്ധിക്കാനും സനാതനധർമ്മത്തെപ്പറ്റി മനസ്സിലാക്കാനും നടത്തുന്ന ഒരു സംഭവത്തിൽ പിന്നെ വയലൻസും ഇതുമൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് നടക്കും? അതുകൊണ്ട് ഈ തൽക്കാലം അതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു ഭരണാധികാരി എപ്പോഴും നല്ല എന്താണ് ഒരു ഭരണാധികാരിക്ക് വേണ്ട അടിസ്ഥാന മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? ഒന്ന്, ചുമ്മാ എന്തെങ്കിലും ഒന്നും വിളിച്ച് പറയരുത്, ആലോചിച്ച് സംസാരിക്കണം. ഒന്ന്, ചില ട്രൂത്ത്ഫുൾനെസ്, ഇങ്ങനെയൊക്കെ ചില പ്രിൻസിപ്പിൾസ് വേണം മനുഷ്യൻ. ഐഡിയോളജി ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കതിൽ പ്രശ്നമില്ല. പക്ഷെ ഓണസ്റ്റ് ആൻഡ് ഏണസ്റ്റ് ആയിരിക്കണം. ചുമ്മാ തോന്നിയ വാസമൊന്നും വിളിച്ച് പറയരുത്, ആലോചിച്ച് വേണം സംസാരിക്കും. ഇങ്ങനെ 2-3 ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ്. പാർട്ടി എന്തായാലും വേണ്ടൂല. അതെ, രാഷ്ട്രീയമല്ല പ്രശ്നം. ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറയുന്നില്ലേ, എന്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ പാർട്ടി പൊങ്ങി വരാത്തത്? തമ്മിലടി, തമ്മിൽ വഴക്ക്, എങ്ങനെ വരും? യൂണിറ്റി ഇല്ല. BJP ഉദ്ദേശിച്ചാണ്. യൂണിറ്റി ഇല്ല. ഞാൻ കാണുന്നുണ്ടത്. രാഷ്ട്രീയം കേരളത്തിലെ വിലയിരുത്തുന്നുണ്ട്. ഓരോ ഫ്രാക്ഷൻ്റെ ആളുകളും എൻ്റെ അടുത്ത് വരുന്ന സംസാരിക്കും, ഇയാൾ മറ്റേ അഗേൻസ്റ്റാണ്. ഇതെങ്ങനെ നടക്കുന്നത്? കേരളത്തിലെ രാഷ്ട്രീയം കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഒക്കെ എനിക്ക് ഒരു വിവരമുണ്ട്. കുറച്ച് മാറ്റങ്ങൾ കാര്യമായി കേരളത്തിൽ വരണം എന്നുള്ള അഭിപ്രായക്കാരനുമാണ്. കാര്യമായ മാറ്റങ്ങൾ അതെങ്ങനെയാവണമെന്നാണ് മനസ്സിലായത്? അത് ഇനി സമയമെടുക്കും. ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തായാലും ആരും ഇല്ല അതൊക്കെ ചെയ്യാൻ.